അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നു. എത്രമാത്രം വലിയ സുരക്ഷാ വീഴ്ചയാണ് സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ. അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, ആദ്യത്തെ തവണയല്ല, ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോവിന്ദച്ചാമി പോയി വന്നതിന് ശേഷമാണ് പുറത്തേക്ക് കടക്കുന്നത്. ഈ സമയം അത്രയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സെല്ലിന്റെ ചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം എവിടെയായിരുന്നു, ഉദ്യോഗസ്ഥരെല്ലാം എവിടെയായിരുന്നു എന്നൊരു വലിയ ചോദ്യം. എന്താണ് നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനി കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? പ്രജിൻ, അതീവ സുരക്ഷാ ജയിൽ എന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ അറിയുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. ആ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇത്തരം ഒരു ജയിൽ ചാട്ടമുണ്ടായത്. അല്ലെങ്കിൽ കൊടും കുറ്റവാളി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കുന്ന അതിൻ്റെ നേർചിത്രമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള 2 CCTV ദൃശ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ CCTV ദൃശ്യം ഇയാൾ കിടന്നിരുന്ന 10B ബ്ലോക്കിലെ ആ സെല്ലിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതായത് ആ സെല്ലിലെ താഴ്ഭാഗത്തെ ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റി അയാൾ 25-ാം തീയതി പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യം, നിർണായകമായിട്ടുള്ള ദൃശ്യമാണ്. ജയിലിൽ നിന്നുള്ള CCTVയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യമാണ് ഒന്നാമത്തേത്. ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാം, അയാൾ 3 തവണ വീണ്ടും ആ സെല്ലിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു എന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. അത് അയാൾക്ക് ഈ ജയിൽ ചാടുന്നതിന് ആവശ്യമായിട്ടുള്ള പുതപ്പുകളും മറ്റ് തുണികളൊക്കെ അയാൾ ശേഖരിച്ചു വച്ചിരുന്നു, മറ്റു വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വച്ചിരുന്നു. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അയാൾ വീണ്ടും സെല്ലിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. അതിനുശേഷം പിന്നീട് വന്ന രണ്ടാമത്തെ ദൃശ്യം, അയാൾ ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് എത്തിയതിനു ശേഷം ആ ജയിൽ പരിസരത്തുകൂടെ പതിഞ്ഞു നടക്കുന്ന ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ദൃശ്യം. അങ്ങനെ 1:15 പുലർച്ചെ 1:15 ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി പിന്നീട് 3 മണിക്കൂറിലധികം സമയം ആ ജയിൽ പരിസരത്ത്, പ്രത്യേകിച്ച് 10-ാം ബ്ലോക്കിൻ്റെ അവിടെയും ക്വാറന്റൈൻ ബ്ലോക്കിൻ്റെ പരിസരത്തും പിന്നീട് ഈ ജയിൽ ഇയാൾ ചാടിയ മതിലിൻ്റെ ആ ഭാഗത്തും ചെലവഴിക്കുന്നുണ്ട്. അത് ചെലവഴിച്ചത് ഈ മതിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള അയാൾക്ക് അവിടെ ഒരു ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളം ശേഖരിക്കുന്ന വലിയ ടാങ്ക് ഉൾപ്പെടെ എടുത്തു വച്ചാണ് അയാൾ അതിന് മുകളിൽ കയറി പിന്നീട് ഇയാൾ നേരത്തെ ശേഖരിച്ചു വെച്ച ആ തുണികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ഹുക്ക് ചെയ്താണ് ഇയാൾ ഇതിന് മുകളിലേക്ക് കയറുകയും പിന്നീട് ജയിൽ ചാടുകയൊക്കെ ചെയ്തത്. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ 3 മണിക്കൂറിലധികം ഈ ജയിൽ പരിസരത്ത് തങ്ങുകയും ചെയ്തത്. ഇത് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എണ്ണമിട്ട് ഇതിൽ നമുക്ക് സുരക്ഷാ വീഴ്ച പറയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ ആസൂത്രണം തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം നടത്തുന്നു, ഇതിൽ ജയിൽ ചാടേണ്ട കാര്യങ്ങൾ ഇയാൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ബ്ലേഡിന് സമാനമായ ഒരു ആയുധം അയാൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ ആയുധം അയാൾ സെല്ലിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇയാൾ ഈ തുണികൾ ശേഖരിച്ച് ഈ സെല്ലിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. പതിയെയാണ് ഈ സെല്ലിലെ കമ്പികൾ, ഇരുമ്പ് താഴുകൾ മുറിച്ച്, ഇരുമ്പ് കമ്പികൾ മുറിച്ചു തുടങ്ങിയത്. പതിയെ മുറിച്ചു തുടങ്ങുന്നു. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ആ സെല്ലിലെ ഇരുമ്പ് കമ്പികൾക്ക് ചുറ്റും അയാൾ ഒരു നൂലുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിയത് ഇതിൽ മുറിക്കുന്നത്, നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സെല്ലിൻ്റെ ഇരുമ്പ് കമ്പികൾ മുറിക്കുന്നത് മറ്റവിടുത്തെ സുരക്ഷാ ജീവനക്കാർക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു ശ്രമം ഇയാൾ നടത്തുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ നൂലുകൾ കെട്ടി അയാൾ അത് മറച്ചു വച്ചത്. അങ്ങനെ വലിയ ആസൂത്രണത്തോടു കൂടിയാണ് ഇയാൾ ഈ ജയിൽ ചാട്ടം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല, സുരക്ഷാ ജീവനക്കാർക്ക് സാധിച്ചില്ല എന്നത്
ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അരുൺ, അവിടെയാണ് ഇപ്പോൾ PV അൻവർ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതില് ജയിലിനകത്ത് നിന്ന് കൃത്യമായി ഗോവിന്ദച്ചാമിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, എന്ന് ആരോപിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഈ രീതിയിൽ നൂല് കെട്ടി വെച്ചാലും, അവിടെ കുറെ നാളുകളായി ഇതിന്റെ ആസൂത്രണം ഈ രീതിയിൽ നടത്തിയാലും അതൊരിക്കൽ പോലും ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയം തന്നെയാണ്. മാത്രമല്ല, ആ ജയിലിനകത്തെ ജയിൽ എന്ന് പറയാം ഈ സെല്ലിനെ. കാരണം ഇതൊരു സാധാരണ തടവുകാരനല്ല, ഇത് കൊടുങ്കുറ്റവാളിയാണ്, മാത്രമല്ല ഒരു വധക്കേസ് പ്രതിയാണ്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയുള്ള ജയിലിനകത്തെ ഈ ജയിൽ എന്ന് പറയുന്ന ആ സെല്ലിനകത്താണ് ഗോവിന്ദച്ചാമി കഴിഞ്ഞത്. പക്ഷേ അവിടെ പോലും ഇത്രയും ലാഘവത്തോടു കൂടി ഗോവിന്ദച്ചാമി മൊഴിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്, അതുകൊണ്ട് തനിക്കത് വളരെ എളുപ്പമായി എന്നൊക്കെ പറഞ്ഞു. അതിൽ എത്ര വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല, അത് ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ആ കുറ്റവാളിയുടെ മൊഴിയാണ്. എങ്കിൽ കൂടി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അവിടെ കൃത്യമായി ആ നൂല് ചുറ്റി വെച്ചാൽ പോലും, ആ തുണി ചുറ്റി വെച്ചാൽ പോലും അത് ഒരിക്കൽ പോലും ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അരുൺ, പ്രജിൻ, ഇതിൽ ഓരോ സുരക്ഷാ വീഴ്ചയും നമുക്ക് എണ്ണമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ആസൂത്രണത്തിന്റെ ഘട്ടത്തിൽ ഇയാൾ ആയുധം ഈ സെല്ലിൽ സൂക്ഷിച്ചു വെക്കുന്നു. മറ്റു തുണികൾ, അതായത് ഒരു തടവുകാരന് ആവശ്യമുള്ളതിനപ്പുറത്തേക്കുള്ള തുണികൾ അയാൾ സെല്ലിൽ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ ഈ ജയിലിനകത്ത് എല്ലാ ദിവസവും പരിശോധന ഉണ്ടാവേണ്ടതാണ്, റൊട്ടീൻ പരിശോധന ഉണ്ടാവേണ്ടതാണ്. രാവിലെയും വൈകിട്ടും ഓരോ സെല്ലുകളിലും പരിശോധന നടത്തി അത് കൃത്യമായി വെരിഫൈ ചെയ്ത് അത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് സുരക്ഷാ ജീവനക്കാർ. അങ്ങനെ പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ, കൃത്യമായ പരിശോധന അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇതെന്താണ് ഇത്തരത്തിൽ കൂടുതൽ തുണികൾ ഇവിടെ ശേഖരിച്ചു വച്ചത് എന്നെങ്കിലും ചോദിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഈ ആയുധം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ നൂലുകൊണ്ട് കെട്ടി വച്ചിട്ടുള്ള ഈ അസ്വാഭാവികമായി ഇത് കാണുമ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള മറുപടി, അതായത് എലി കയറാതിരിക്കുന്നതിന് വേണ്ടി കെട്ടിവെച്ചതാണ് എന്നതാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴി എന്ന രീതിയിലാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ മാറി മാറി വരുന്ന ഈ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിലുള്ള കളവുകൾ പറഞ്ഞപ്പോൾ അതെങ്ങനെ അവർ വിശ്വസിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മാസങ്ങളോളം ഇത്തരത്തിൽ കമ്പി മുറിക്കുന്നു, അത് പതിയെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും ഈ പരിശോധനകളിലോ മറ്റ് അവിടെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമോ ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ വീഴ്ച. മറ്റൊന്ന്, ഈ ജയിൽ ചാട്ട ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമ്പോൾ നേരത്തെ ഈ ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അത് സംബന്ധിച്ച പരാമർശമുണ്ട്. അതായത് ഒരു ജയിലിൽ രാത്രി സമയങ്ങളിൽ 2 മണിക്കൂർ ഇടവിട്ട് സെല്ലുകളിൽ പരിശോധന നടത്തി അവിടെ സൈൻ ചെയ്യേണ്ടതുണ്ട്. 2 മണിക്കൂർ ഇടവിട്ട് പരിശോധന നടത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർ. ആ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പുലർച്ചെ 1:15 ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി അതിനുശേഷം 3 മണിക്കൂറിലേറെ സമയം അവിടെ ചെലവഴിച്ച് പിന്നീടാണ് ഈ ജയിൽ അധികൃതർ ഇത് സംബന്ധിച്ച് ജയിൽ ചാടി എന്ന കാര്യമൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും അവിടെ പരിശോധന നടന്നിട്ടില്ല. അതായത് റൊട്ടീനായി നടക്കേണ്ട പരിശോധന പോലും രാത്രി സമയത്ത് അവിടെ നടന്നിട്ടില്ല. അതായത് ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് 12 മണിക്ക് ശേഷം അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നിട്ടില്ല എന്നത് ഒന്നാമത്തെ ഏറ്റവും വലിയ വീഴ്ചയാണ്. അതായത് അന്നേ ദിവസത്തെ ഏറ്റവും വലിയ വീഴ്ചയാണ്. രണ്ടാമത്തേത്, ഈ CCTV നിരീക്ഷണം. നമുക്കറിയാം ജയിലിൽ ഈ രാത്രി സമയങ്ങളിൽ മാത്രമല്ല മുഴുവൻ സമയവും CCTV സർവൈലൻസിനായി ഡ്യൂട്ടിയിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടാകും. ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി ഈ കാര്യങ്ങൾ, അതായത് ഓരോ സെല്ലിലും CCTV ഉണ്ട്, ആ സെല്ലുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ മാറി ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഓരോ ദിവസവും മാറി ഉദ്യോഗസ്ഥർ ഷിഫ്റ്റ് ക്രമേണയാണ് ഈ CCTV ഡ്യൂട്ടിയിലും ഇരിക്കാറ്. അപ്പോൾ രാത്രി സമയത്ത് അവിടെ മുഴുവൻ സമയവും ഈ CCTV പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്കറിയാം. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യമുണ്ട്, അവിടെ ജയിൽ പരിസരത്ത് ഇയാൾ നടക്കുന്ന ദൃശ്യമുണ്ട്. ഇതിൽ കൂടുതൽ
ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. അതായത് വിവിധ ആംഗിളിൽ നിന്നുള്ള, വിവിധ ബ്ലോക്കുകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് 10-ാം ബ്ലോക്ക്, ക്വാറന്റൈൻ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള എല്ലാ ആക്ടിവിറ്റീസും പല CCTVയിലായി പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തത്സമയം ആ CCTV പരിശോധിക്കാൻ ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നുവെങ്കിൽ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.